പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മേനകത്തെ ഒരു വീട്ടിൽ 22 വർഷത്തിനിടെ നടന്ന 2 ദുരൂഹ മരണങ്ങൾ. മേനകം സ്വദേശി ഭാസ്കരൻ്റെ 2 ഭാര്യമാരെയാണ് സമാന രീതിയിൽ വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ആദ്യ ഭാര്യയുടെ മരണം 2002-ൽ, രണ്ടാം ഭാര്യ വത്സല മരിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് 24-ന്. വത്സലയെ ഭാസ്കരൻ ശാരീരികമായും മാനസികമായും വർഷങ്ങളായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ പരാതി. 2 കേസുകളിലെയും ദുരൂഹത നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതോടെ 22 വർഷം മുൻപ് നടന്ന മരണവും അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം. ഭാസ്കരന്റെ രണ്ടാം ഭാര്യയായിരുന്ന അങ്ങാടിപ്പുറം ചെരക്കേപ്പറമ്പ് സ്വദേശിനി വത്സലയെ കഴിഞ്ഞ ഓഗസ്റ്റ് 24-ന് പുലർച്ചെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വത്സലയെ ഭാസ്കരൻ വർഷങ്ങളായി ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ പരാതി. വർഷങ്ങളായുള്ള പീഡനത്തെ തുടർന്ന് ഇവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. മരണത്തിലെ ദുരൂഹത കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ മരണമാണ്. ആദ്യത്തെ ഭാര്യ ഗ്യാസ് പൊട്ടി തെറിച്ച് വെച്ചാണ്. രണ്ടാമത് എൻ്റെ പെങ്ങള് അതിനെ അവളെ ബുദ്ധിമുട്ടായിട്ട് വെച്ചാണ്. എൻ്റെ പെങ്ങള് മൂത്ത പെങ്ങളെ മുമ്പിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല, എങ്ങനെയും ജീവിച്ചു പോട്ടെ വിചാരിച്ചു നിന്നാണ്. പക്ഷെ എങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടില്ല. സംഭവിച്ചപ്പോൾ ഇതുവരെ ദിവസമായി, കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് മരിച്ചത്. ഇതുവരെ അതിനൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല, അതിനൊരു വാൽനൊന്നും കിട്ടിയില്ല. 22 വർഷം മുമ്പാണ് ഭാസ്കരന്റെ ഒന്നാം ഭാര്യ ദുരൂഹ സാഹചര്യത്തിൽ തീപ്പൊള്ളലേറ്റ് മരിച്ചത്. അടുക്കളയിൽ വെച്ച് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് ഭാസ്കരന്റെ വീട്ടുകാർ അന്ന് പറഞ്ഞിരുന്നത്. തുടർന്നാണ് ഭാസ്കരൻ വത്സലയെ വിവാഹം കഴിച്ചത്. ഭാസ്കരന് ആദ്യ ഭാര്യയിൽ 2 മക്കളുണ്ട്. ഒരാൾ വിദേശത്തും മറ്റൊരാൾ മഞ്ചേരിയിലുമാണ് താമസം. ഭാസ്കരനും വത്സലയും മാത്രമായിരുന്നു കുന്നപ്പള്ളിയിലെ വീട്ടിലുണ്ടായിരുന്നത്. പുലർച്ചെ തനിക്ക് ചായ നൽകിയ ശേഷമാണ് വത്സല മരിച്ചതെന്നാണ് ഭാസ്കരൻ പോലീസിന് നൽകിയ മൊഴി. മൃതദേഹം കണ്ടെത്തുമ്പോൾ ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗവും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. മരണസമയത്ത് ഭാസ്കരൻ വീട്ടിലുണ്ടായിരുന്നു. ഇതെല്ലാം നടന്നിട്ടും ഒരു ശബ്ദം പോലും കേട്ടില്ലെന്ന് ഭാസ്കരൻ പറഞ്ഞതാണ് സംശയം കൂടുതൽ ബലപ്പെടുത്തുന്നത്. 2 മരണങ്ങൾക്കും സമാന സ്വഭാവമുള്ളതുകൊണ്ട് ഇതിലെ ദുരൂഹത നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ടാമത്തെ ഒരു മരണമാണ് നടക്കുന്നത്. അതിൽ എല്ലാ പൊതുജനങ്ങൾക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അറിയാനും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ ജനങ്ങൾ നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുകയും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് മരണം നടന്ന സമയം മുതൽ പോലീസ് അതിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ വത്സല ചേച്ചിയുടെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതിപ്പെടുകയും അതിന്റെ അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മളടുത്ത് വരികയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പോലീസിൽ ഇവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വത്സലയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി അറിയിച്ചു. ന്യൂസ് 18 തിരൂർ.